ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഫസ്റ്റ് എൻ്റെ റമദാൻ മുബാറക്. ഇതെൻ്റെ ഫസ്റ്റ് റമദാൻ വ്ളോഗാണ്. എനിക്ക് ഫസ്റ്റ് റമദാൻ വ്ളോഗ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റമദാനും തുടങ്ങി. എന്താ അറിയില്ല, ആ റമദാൻ ആ മാസപ്പിറവിയും അതൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമ്മളിവിടെ നേരിട്ട് കണ്ടില്ല, നമ്മൾ ടി വി കൂടിയാണ് കണ്ടത്. ആ ടി വി കൂടെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ആണെങ്കിൽ എനിക്കുണ്ടല്ലോ ഗൂസ് ബംസ് ഒക്കെ ഇങ്ങനെ വന്നു. കഴിഞ്ഞ റമദാനിൽ, അതായത് 2024 റമദാനിൽ എനിക്ക് കുറച്ച് എന്തോ ഹെൽത്ത് ഇഷ്യൂസും കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ നോമ്പൊന്നും പിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു വിഷമം ഉണ്ടല്ലോ, എനിക്ക് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് ഈ റമദാനിൽ ഞാൻ ആ ഒരു വിഷമമൊക്കെ അങ്ങ് മാറി. ഇതുണ്ടല്ലോ, ഞാനും എൻ്റെ ഉമ്മയും കൂടി കസ്റ്റാർഡ്, അതായത് നമ്മുടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കൊന്നുമല്ല, ഞാൻ അവിടെ ചുമ്മാ നിൽക്കുകയാണ്, ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇതെന്താ പറയുക, ഇത് മറ്റുള്ള ഷുഗർ സിറപ്പാണ്. നമ്മൾ ഈ ആപ്പിൾ കട്ട് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും അതിൽ കറുത്ത് കുറേ നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് കറുത്ത കളറാവും. അപ്പോഴത്തേക്കും ഇതിലോട്ടിട്ടാണെങ്കിൽ അത് ആവില്ല, അങ്ങനെ കറുത്ത കളറാവില്ല. ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? പക്ഷെ എനിക്ക് മനസ്സിലായി. അതെന്തെങ്കിലും ആവട്ടെ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നോമ്പിന് 4 ദിവസങ്ങൾ പോകുന്ന പോക്കേ. ഞാൻ ഫസ്റ്റ് റമദാൻ്റെ ആണല്ലോ എടുത്ത് വെച്ചത്. ഇതിപ്പോൾ നോമ്പ് 4 ഇപ്പം എന്താ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സാം വേണ്ട കേട്ടോ, ഇത്ര ലാഗാവുന്നു. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അതിനും വേണ്ടിയിട്ട് ഇപ്പം ഇത്ര പഠിത്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയത്തില്ല. കൊള്ളാം കൊള്ളാം. അതൊക്കെ വിടും. ഇതാണ് ഉമ്മീൻ്റെ ചിക്കൻ കറി. ഇതിന് മുന്നേ ഉണ്ട് എന്താ പറയുക, ചട്ടിയിൽ നല്ല മുളകിട്ട മീൻ കറിയാണ്. ഉമ്മി ആ കറി വെക്കുന്ന ടൈമുണ്ടല്ലോ, ഇന്ന് ഇതും കൂട്ടി ഇച്ചിരി ചോറ് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നോമ്പ് കുറിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒന്നിനും തോന്നില്ല, ഒന്നും കഴിക്കാൻ തോന്നില്ല. കാരണം ഒരു വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ വയറങ്ങ് നിറയും. നമ്മുടെ ഈ കഴിഞ്ഞ ബറാസ് നോമ്പുണ്ടല്ലോ, ആ നോമ്പിനാണെങ്കിൽ ഞാൻ ഉണ്ടല്ലോ ഈ വെള്ളവും ജ്യൂസും എല്ലാം കൂടി അടുപ്പിച്ച് 2-3 ഗ്ലാസ്സുകൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആണെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. പിന്നെ ഈ റമദാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല. ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കഴിക്കാൻ തുടങ്ങും. ഇപ്പം എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് അറിയില്ല, ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് കാര്യത്തിലേക്ക് പോവാം. പിന്നെ ഞാനും ഉമ്മയും കൂടി ഒറോട്ടയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് അസറൊക്കെ ഒന്ന് നിസ്കരിച്ചിട്ട് ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് റമദാൻ്റെ അന്ന് നല്ല മഴയും നല്ലൊരു അന്തരീക്ഷം. വലിയ കുഴപ്പമില്ലാണ്ടായിരുന്നു ഫസ്റ്റ് റമദാൻ പോയത്. അന്നത്തെ ദിവസം നല്ല സുഖമായിരുന്നു, കാരണം നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് നല്ല വെയിലും ചൂടും ഒക്കെ ആയിരിക്കുന്നു. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. അന്നത്തെ ദിവസം നല്ല സുഖമായിരുന്നു. അകത്തോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് അവിടെ കിടന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. ഈ ഒരു ക്ലിപ്പിൽ നല്ല കുലുക്കുണ്ട്. അതെന്താ അറിയോ, ആ ടേബിൾ ഫാൻ ഉണ്ടല്ലോ അതിട്ടപ്പോഴത്തേക്കും ഈ ട്രൈപോഡ് ഈ ഫോൺ വെച്ച ഭാഗമാണെങ്കിൽ ഈ ടേബിൾ ഫാൻ്റെ കാറ്റടി കൊണ്ടിട്ട് നല്ല രീതിയിൽ കിടന്ന് കുലുങ്ങിയിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഭയങ്കര കുലുക്കും. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച കസ്റ്റാർഡ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്തു. അധികം ഫ്രൂട്ട്സ് ഒന്നും ചേർത്തില്ല, ജസ്റ്റ് ആപ്പിളും ബനാനയും പിന്നെ കുറച്ച് ഡേറ്റ്സും നട്ട്സും ചേർത്തിട്ടുള്ളൂ. പിന്നെ മതി, അത് തന്നെ ധാരാളം. എനിക്കാണെങ്കിൽ ഫ്രൂട്ട്സ് അധികം ചേർക്കുന്നത് ഇഷ്ടമല്ല, കാരണം ഗ്രേപ്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട് അറിയത്തുള്ളൂ. ആയിരിക്കും എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ സ്റ്റോക്കും ഇല്ലായിരുന്നു. പിറ്റേ ദിവസമാണ് ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചത്. പിറ്റേ ദിവസം ഉണ്ടാക്കിയ ഫ്രൂട്ട്സ് സലാഡിൽ നമ്മൾ ഗ്രേപ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഞാൻ അങ്ങോട്ട് കഴിച്ചില്ല. അതിൽ ഈ ഗ്രേപ്സ് ഉണ്ടായിരുന്നു. എനിക്ക് അല്ലാതൊക്കെ കഴിക്കുന്നത്, അല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗ്രേപ്സ് ഒക്കെ. പക്ഷേ ഇതിലിട്ട് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടം. അതെന്തേലും ആട്ടെ. പിന്നെ ഇപ്പം ഈ ചൂട് സമയമാണല്ലോ, അപ്പം നമ്മൾ ഈ പൊഴുപ്പ് സാധനങ്ങളൊക്കെ കൂടുതൽ ഒഴിവാക്കിയിട്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മ ഇരുന്ന് വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കുട്ടി തന്നെ ഈ പറയുന്നത് എന്താ അറിയോ. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവിടെ പൊരുപ്പ് സാധനം ഇല്ലാത്ത ഒരു ദിവസം കാണൂല. അതില്ലാണ്ട് ഇവിടെ ഒരു ദിവസം തന്നെ മുന്നോട്ട് പോകുന്നു. അതെനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അല്ല, വിചാരിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത് മറ്റേത് ഏത് ഫ്രൂട്ട്സ്. ഈ പറഞ്ഞ ആളാണോ ഞങ്ങളുടെ അടുത്ത് ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞത്? നിങ്ങൾ വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചാലോ എന്ന് എഴുതി എല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ നോമ്പൂറ് ഇവിടെ കഴിഞ്ഞു. എന്തായാലും അൽഹംദുലില്ലാ നോമ്പൊക്കെ മുറിച്ചു. പിന്നെ ആദ്യത്തെ നോമ്പ് നല്ല ഉഷാറായിട്ട് കഴിഞ്ഞു. ഇത് പറയുമ്പോഴും ഇപ്പം ഇവിടെ 5ാമത്തെ നോമ്പായി. അപ്പം നേരത്തെ പറഞ്ഞത് 4 അല്ല, അപ്പം നിങ്ങൾ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത് 5ാമത്തെ നോമ്പിനെന്നാണല്ലോ ഇടുന്നത്. അതെന്താ അറിയോ, ഇന്നലെ രാത്രി ഞാൻ പകുതി വോയിസ് ഓവർ കൊടുത്തിട്ടേ വെച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് കൊടുത്തിട്ടില്ലായിരുന്നു. ബാക്കി ഇന്നാണ്. എൻ്റെ മടി കൊണ്ടൊന്നും അല്ല കേട്ടോ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോ ഇടാനൊക്കെ ഇങ്ങനെ ലാഗുമായിരുന്നത്. ഒന്നാമത്തെ കാര്യം എക്സാം, പിന്നെ ഈ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഒന്നും നടക്കൂല. ബിക്കോസ് ഈ നോമ്പ് മുറിക്കുന്നതിന് മുന്നേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും. നോമ്പ് മുറിച്ച് കഴിയുമ്പോഴാണ് അത്രയും നേരത്തെ ബുദ്ധിമുട്ട് എവിടെന്നെങ്കിലും ഒക്കെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാട്ടോ നമ്മുടെ പലഹാരമൊക്കെ ഉണ്ടാക്കിയത് കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡാട്ടോ ഈ തേങ്ങാപ്പാൽ ഈ റോട്ടിൽ മുക്കിയിട്ട് ചിക്കൻ കറിയായിട്ട് കഴിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് റമദാൻ ഇങ്ങനെയായിരുന്നു. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.